അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മന്ദലാംകുന്ന് ഒരു ചായക്കടയിലാണ്. നമ്മുടെ എന്ത് ഡിസിഷനും നമ്മൾ എടുക്കുന്നത് ഒരു കോഫി കുടിച്ചിട്ടോ ഒരു ടീ കുടിച്ചിട്ടാണല്ലോ. അത് നമുക്ക് ഭയങ്കര റീഫ്രഷ്മെൻറ്റ് തരും. അങ്ങനെ ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടി നിർത്തിയതാണ്. ഞാനൊരു ഇൻട്രോ എടുത്തിട്ടുണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അത് കാണിക്കാണ്ടിരുന്നത് വേറെ ഒന്നുമല്ല, കുറച്ച് ഇമോഷണലായി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എന്നെ ട്രോളാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മളിവിടുന്ന് സ്റ്റേ നോക്കുന്നത് കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരമാണ്. അത് ഇവിടുത്തെ റോഡ് അനുസരിച്ചും ടൈം അനുസരിച്ചിട്ടുമാണ് നോക്കാം. എന്തായാലും ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോഴിക്കോട് നിന്ന് കഴിക്കണം, ലഞ്ച് കണ്ണൂരിൽ നിന്ന് കഴിക്കണം. ഇങ്ങനെ പല പല പ്ലാനിങ് ഉണ്ട്. റോഡിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും, ട്രാഫിക് പോലെ ഇരിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തോ, കാരണം പുതിയ സീരീസാണ്. ഇന്ന് ഈ വീഡിയോ തുടങ്ങിയിട്ടുള്ളൂ. ഓൾ ഇന്ത്യ യാത്രയുടെ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. ഓക്കെ, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയിലോട്ട് വന്നതാണ്. ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഏകദേശം 10:30 ആയി. നമുക്ക് പോയി നോക്കാം. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ വണ്ടി അകത്തോട്ട് കൊണ്ട് വെക്കാൻ പറ്റും. നോക്കാം, ഇതാണ് വഴിയിൽ തോന്നട്ടെ. പോയി നോക്കാം, കാരണം വണ്ടി എപ്പോഴും ദൂരം നടക്കുന്ന അത്ര സേഫല്ല. ഇവിടെ ഒന്ന് നൈസായിട്ട് വെക്കാൻ പറ്റും നോക്കട്ടെ. വണ്ടി തിരിച്ചോടും അങ്ങനെയായിരുന്നു. പഴയ മുകളിൽ ചായക്കട കണ്ടാ, ഒരു നൊസ്റ്റാൾജിയില്ലേ. വെയിൽ വന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഈ വഴി കൂടെയൊക്കെ നല്ല രസമാണ്. പണ്ടത്തെ കുറേ മെമ്മറീസൊക്കെ മൈൻഡിലോട്ട് വരും. ഞാൻ ടെൻഷൻ അടിച്ച് വന്നത് ക്ലോസായെന്ന് വെച്ചു. കാരണം ഓൺലൈനിൽ കാണിക്കുന്നത് ക്ലോസ് ആയെന്നാണ്, പക്ഷേ ക്ലോസ് ആയിട്ടില്ല. ഗൈസ്, ഇതാണ്ട ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കട. അതേ കണ്ടോ, നൊസ്റ്റാൾജി അല്ലേ, പഴയ ചായക്കട. എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. രാവിലെ തന്നെ കപ്പപ്പൊടി കണ്ടോ? മതിയേട്ടാ മതിയേട്ടാ. അതിൻ്റെ കൂടെ ഉള്ളതാണോ? അങ്ങനെയാണോ? ഓക്കെ. 10 രൂപ വന്നുണ്ട്. ഇലയിലും കേട്ടോ. എൻ്റെ മോനെ അന്ന് എന്തായാലും നിർത്തായത്. 10-15 കിലോമീറ്റർ ഉള്ളിലോട്ട് ഓടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, പുറത്താണ്. നമുക്കൊരിത്തിരി കഴിച്ചു നോക്കാം. അല്ല, അതെ എന്തോ കുരി ഉണ്ടാക്കി മീൻചാറുണ്ട്. അയിലെവിടെയും പറഞ്ഞതാ. നമുക്ക് നോക്കാം. കപ്പപ്പൊടിക്കൊക്കെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ കഴിക്കൂലുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ കുറച്ചുകൂടി നഷ്ടമുള്ള. പിന്നെ ഇതൊക്കെ മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അതെന്താന്നൊക്കെ പറയാം. ഒന്ന് കഴിച്ചോടിച്ചു. എൻ്റെ കോല നിങ്ങൾ നോക്കണ്ട, കാരണം നമുക്ക് കഴുകി ചേർത്ത് അത്രയും സെറ്റായിട്ടിരിക്കുകയാണ്. എമ്മി മീൻചാറ് തലവസ്ഥ തോന്നുന്നുണ്ട്. ഇച്ചിരി പത്തിരി കഴിച്ചോട്ടെ. ഇതിന് പത്തിരി തന്നെയാണോ പറഞ്ഞേ? പത്തിരി പുഴുക്ക് പൊരിച്ച പത്തിരി ഇട്ട് പൊരിച്ച പത്തിരി അല്ലേ?
ആ വേറെ പത്തിരി. അപ്പൊ ഈ വളരെ നൈസായിട്ട് കിട്ടുമ്പല്ലേ പത്തിരി എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാര് ആണോ? ഇതാണ് ശരിക്കും പത്തിരി അല്ലേ? പരത്തിയിട്ട് ഓടിച്ചുടുന്ന പത്തിരി. അതെ, എങ്ങനെ ചുട്ടിടുക്കണം? കൈകൊണ്ട് പരത്തുക, ഓടിച്ചുടുക. പത്തിരി ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഓടിച്ചു വിടും. അങ്ങനെയാണ്. മറ്റേത് മെഷീനിൽ പരത്തുന്നത് നൈസ് പത്തിരി കിട്ടുന്നത് കടയിൽ നിന്ന് പോകുന്നത്. അത് പിന്നെ മെഷീനിൽ പരത്ത് ചെയ്യുക. കട്ട് ചെയ്തെടുത്തിട്ട് അത് മറ്റേ കല്ലിനുള്ളിട്ട് ചൂടെടുക്കണം. അത് ഗ്യാസ് ചുടുന്നതാണ്. നാച്ചുറലാണ്. ഇവിടെ ഒക്കെ നാച്ചുറലാണ്. ഒക്കെ പിന്നെ അടുപ്പും ഗ്യാസൊന്നുമില്ല. വെളിച്ചെണ്ണ, ഓയിലില്ല. പിന്നെ പൊടികളൊക്കെ നമ്മൾ വറുത്ത് കൊടുത്തി വീട്ടിൽ വറുത്ത് കൊടുത്തി നെല്ല് കൊണ്ടുപോയി പൊടിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് പൊടികളൊന്നും പുറത്തൊന്നും. അതതിന് പ്രത്യേകത. പൊരിക്കുന്നതൊക്കെ വെളിച്ചെണ്ണകളാണ്. മുക്കി പൊരിക്കല്ല. ചായ വേണം? ചായ വേണം. ഞാൻ എറണാകുളം. ഞാനിപ്പോ ലഡാക്ക് പോവാ. പോകുന്ന വഴിയായിട്ട് പോവാ. ജോലിയായിട്ടല്ല, ചുമ്മാ ഒറ്റക്ക വന്ന്. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴി കുറെ ഞാൻ വീഡിയോ കാണുന്നത്. അപ്പൊ എന്തായാലും കയറുമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ പേടിച്ച വന്നത്. കൂട്ടി ഉണ്ടാവോ? ഇല്ല, ഞങ്ങൾ 4 മണി വരെ. 4 മണി വരെ രാവിലെ 8 മണി മുതൽ 12 വരെ ബ്രേക്ക്ഫാസ്റ്റ്. 12:15 വരെ. 12 ശേഷം ഊണ്. 4 മണി വരെ ഊണ് കൊടുക്കും. അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. എത്ര മണിക്കാ? 8 മണി സ്റ്റാർട്ടിങ്. അങ്ങനെ കാണാനൊരു 8:15 മീനൊക്കെ ആയി. അതാണ് തോന്നുന്നത്. ചന്ദ്രൻ ചേട്ടൻ അടിപൊളി ഡീലിംഗ് ഉണ്ടാ. സർവീസിങ് ഒരു രക്ഷയില്ല. കുറെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് കുറെ കാശൊക്കെ കൊടുക്കുന്നതല്ല കാര്യം. ഇതുപോലെ ചെറിയ കടയിലൊക്കെ വന്നിട്ട് സർവീസ് ഉണ്ടല്ലോ, പൊള്ളി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പുള്ളിയുടെ സർവീസാണ്. ഒരു ചിരിച്ച മുഖമാണ് എല്ലാവർക്കും ഇവിടെ. ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പഴയ എൻ്റെ വീട് ഓടിട്ടൊക്കെ ആയിരുന്നില്ല. വീട്ടിൽ പുകയൊക്കെ മറ്റേ അടുപ്പ് കത്തിക്കുമ്പോൾ പുകയൊക്കെ ഇങ്ങനെ വരും. ആ സെയിം ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഇവിടെ മീൻ വന്ന് ഞാൻ കാണിച്ചു തരാം. മീൻ നമുക്കൊരു പീസ് എടുക്കാം. അതിലേണ്ട പറഞ്ഞത് കാരണം വേറെ ഒന്നുമല്ല. നല്ല ചൂടുണ്ട്. ഇത് തവയിൽ ചെയ്തെടുക്കണണ്ട, വെളിച്ചെണ്ണയിൽ മുക്കിപ്പൊരിക്കുന്നതല്ല. അതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഫ്രഷ് ഇവിടെ ഫ്രഷ് മീൻ കിട്ടുമല്ലോ എന്നതെന്ന് കരുതി വന്നത്. നല്ല കോഴിക്കോടുണ്ടോ? കോഴിക്കോട് ബീച്ചിലുണ്ട്. നമുക്കൊരു പീസ്, ഒരു ചെറിയ മീനും ഒരു ചക്കപ്പുഴി കൂടിയും കൂട്ടിയൊന്ന് പിടിച്ചു നോക്കാം. മീനൊരു രക്ഷയില്ല. മീനിൻ്റെ പിടുത്തോടി പിടിക്കാം. വലിയൊരു പീസ് പിടിക്കട്ടെ. നല്ല ചൂടാണ്, എന്നാലും കുഴപ്പമില്ല. അത് അടുക്കളയിലോട്ട് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ? നമുക്കിനി കയറി നോക്കാം. ഇതാണ് മറ്റേ പത്തിരി എന്ന് പറയുന്നത്. ചട്ടിയിൽ വെച്ചുണ്ടാക്കുന്ന പത്തിരി. കൈ വെച്ച് നമ്മൾ കഴിച്ചത് ഇതാണ്. ആദ്യം വെച്ച് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കും. നല്ല ചൂടുണ്ട്. ഉച്ചത്തെ ഫുഡിൻ്റെ ഉണ്ടോ? അതുപോലെ ഇതാണ് തവ. മീൻ തവ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ അങ്ങോട്ട് കോഴിക്കോട് ഉണ്ടട്ടോ, വെളിച്ചെണ്ണയിൽ മുക്കി വറക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ കൂടുതലും ഇവരിങ്ങനെ തവയിലാണ് മീൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഫ്രഷ് മീറ്റില്ല, അകത്ത മീറ്റ്. അത് അടിപൊളിയാണ്. അയിലുണ്ട്, വേറെ കുറച്ച് മീനൊക്കെ ഉണ്ട്. എനിക്ക് പേരറിയാൻ പോലുള്ള ഇത് എന്ത് ചെയ്യുന്നത്? കേബറ് അയില 500.
ശരിയാകുമ്പോഴേക്കെല്ലാം ഫിനിഷ് ആവും. ടൂർണമെന്റ് ഡൽഹി വരെ ചെല്ലാനായിട്ട് 4 ദിവസം കൊണ്ട് എത്തിയവരുണ്ട്, 8 ദിവസം കൊണ്ട് എത്തിയ നമ്മൾ ഓടിക്കുന്ന പോലെ. എന്തായാലും ഞാൻ ഇവിടുന്ന് പയ്യെ ഇങ്ങനെ കണ്ട് പോകാനുള്ള ഒരു ഡയറക്റ്റ് പോണില്ല. ഇവിടുന്ന് പൂനെ, മുംബൈ, രാജസ്ഥാൻ, ഡൽഹി, ചണ്ഡീഗഡ് ഇങ്ങനെ എല്ലാം കണ്ട് പോകാനുള്ളവരുടെ. അയ്യാ ശരി, സോനു. ഓക്കേട്ടാ, ശരി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി ഇവിടെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഓ, വണ്ടി കാണിക്കുന്നില്ല. ദേ ഇതാണ്ടാ. അയ്യോ, വണ്ടി കാണിച്ചാൽ മറന്നു കേട്ടതേ. നല്ല വെട്ടം ഉണ്ടായില്ല. ചെറിയ സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞുള്ളൂ, ഓവർ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. അലാസ്ക. അപ്പോൾ നമുക്ക് ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയോട് ടാറ്റ പറയാം. ചേട്ടാ. പണ്ട് നമ്മൾ മാഹിക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ വഴിയാണ്. ഈ വഴിയാണ് ഇപ്പോഴും മാഹിക്ക് പോണത് ടൗണിലോട്ട് പോകാൻ. ഇതിപ്പോൾ പുതിയ റോഡ് വന്നേക്കണാണ്. മാഹി ടൗൺ ടച്ച് ചെയ്യൂല. മാഹി ടൗൺ ടച്ച് ചെയ്യാണ്ട് ഈ റോഡ് നമ്മൾ മാഹി ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യും. സെയിലും റോഡ് ഇവിടെ 81 രൂപ നോർമൽ ഡീസലിലും പെട്രോളിൽ 95 രൂപ. അതായത് ഒരു 91, 12 നല്ല വ്യത്യാസമുണ്ട്. ഡീസൽ പെട്രോൾ അടിക്കും തന്നിട്ട് വേണം. ഓക്കെ, ഫുൾ അടിക്കും. ആദ്യത്തെ കട്ടാകുമ്പോൾ ഓഫ് ആക്കണം. നമ്മളങ്ങനെ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ പാൽത്തം. അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, കണ്ണൂർ പാൽത്തം. വണ്ടി സേഫായിട്ട് വെക്കാൻ പറ്റുമോ, അതാണ് കേട്ടോ. അയ്യോ, പോവാണോ. ഇതാണ് ഗായ്സ് ഓപ്പൺ. പോവാ വെക്കണം, പോണം. ഇല്ല, ഗേജ് ഉള്ളതുകൊണ്ട് റിസ്ക്കാണ് നമുക്ക് വണ്ടി പുറത്തേക്ക് പോകുന്നത്. കേരളത്തിലൊക്കെ നമ്മുടെ നോർത്തിൽ നിന്നും പറ്റില്ല കേട്ടോ. ഹോട്ടൽ ഓട്ടോമിക്സ് മോനാണ് ഇപ്പം നടത്തുന്നത്. അപ്പൻ്റെ പേരാണ്. അച്ചാറും പിന്നെ അത് ബീൻസാണ്. അതിൻ്റെ പേരും അറിയാൻ പറ്റില്ല. ഇത് എനിക്കറിയായിരുന്നു. അറിയാമായിരുന്നു കണ്ടിട്ടോ. ചെമ്മീൻ മത്തിയായില്ല. കൈക്കുറുണ്ട്, ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്, ചിറാവുണ്ട്. ഈ കഴിക്കാൻ പക്ഷേ ഷോറുമാണ്, എല്ലാവരും കഴിക്കൽ നടക്കൂല. അവർ കുടിക്കാനായിട്ട് കഞ്ഞിവെള്ളം ഉണ്ട് നല്ലത്. ഉപ്പിട്ടുള്ള ഉപ്പ്
മതി കേട്ടോ. നമ്മളൊരു ഐക്കൂറ ഉണ്ട് മേടിച്ചേക്കണം. ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്. പക്ഷെ ഒരാളുടെ ഉണ്ട് ഈ കഴിക്കായിരുന്നു. പക്ഷെ ശോകമാണ്, എല്ലാവിടെയും കഴിക്കൽ നടക്കൂല. ഫസ്റ്റ് തന്നെ നമുക്ക് മീനിൽ നിന്ന് തുടങ്ങാം. മീൻ വായിൽ വേറെ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇവിടുത്തെ മീനാണ് ഹൈലൈറ്റ്. ഇവരുടെ അരപ്പുണ്ടല്ലോ, അതാണ് സൂപ്പർ എന്ന് പറയുന്നത്. ഒരു പീസ് കഴിച്ച് നോക്കട്ടെ കഴിച്ച്. രാവിലത്തെ അയിലേനെ കടത്തി വിട്ടു കേട്ടോ. അത് ചിലപ്പോൾ അയിലയും കൊണ്ട് അറിയും, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ ഈ അരപ്പുണ്ടല്ലോ, എങ്ങനെയോ വഴി എത്തിയാണ്. പക്ഷേ ഇതിവിടെ എത്തി. ഗൂഗിൾ മാപ്പ് ചതിച്ച് അമ്മായി ഇവിടുന്ന് തുഴഞ്ഞോടാനാണ് പറഞ്ഞത്. വെറുതെ പറഞ്ഞാണ്ട അവിടെ നിന്നൊരു കട്ടിങ് ഉണ്ട്. ഞാനിത് കണ്ടപ്പോഴേക്കും വന്നാണ്. വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ താന്നു പോവും. ഒന്നാമത് ആരോഗ്യമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടി ഇറക്കി വണ്ടി വല്ലതും താന്നു പോയി കഴിഞ്ഞാൽ ഞാൻ ഇടങ്ങേറാവും. മട്ടിലേക്ക് ഇറക്കാനേ പാടില്ല. കൊള്ളാമല്ലേ ലൊക്കേഷൻ? അവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ കെട്ടണം, എന്നിട്ട് അവിടെ വന്നിരിക്കണം. നല്ല മൂടായിരിക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും കള്ളുകൂടിയും തുടങ്ങും. അപ്പോൾ നാട്ടുകാർ കലിപ്പാവും, പോലീസും വരും. അതോടെ പരിപാടി. അങ്ങനെയുള്ള എല്ലാ തീരുമാനമാവണത്. ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞില്ല. ഫുഡ് ഹൈവേയിലോട്ട് എത്തിക്കാം. ഒന്നാമത്തെ കാര്യം ഫുഡിൻ്റെ റേറ്റ്. ഒരു ഊണിനും ഒരു അയക്കുറക്കും വില വന്നത് 285 രൂപ. അതായത് സാധാരണക്കാരൻ അങ്ങനെ പോകാൻ നിൽക്കണ്ട. വല്ലപ്പോഴും ഒരു പൊതിയൊക്കെ തോന്നുമ്പോൾ പോയി കഴിക്കാം. പക്ഷേ കൊതി വരാൻ വേണ്ടി മാത്രം ആ മീൻ വറുത്തത് അത് ഇഷ്ടമുണ്ടോയെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞോ, എൻ്റെ കാര്യമുണ്ട് ഞാൻ പറയണത്. ശരിടാ, എറണാകുളം കാണണമെങ്കിൽ വാ പോരി. ആയിക്കോട്ടെ, ശരി. പട്ടം കയറിക്കാൻ കൊടുക്കുന്നുണ്ട്. മോനെ ചെറ്റിടാ മോനെ. പുറത്തേക്ക്. അത് തന്നെ. ഓ ശരി. ഈ റോഡ് കാണാൻ പറ്റുള്ള ദിവസം കണ്ടോ. ഏതുള്ള കൊണ്ട് ലോറി വളർത്തണം. ഒരെണ്ണം അല്ല 2 എണ്ണം. പോട്ടെ ബാലാജി രസം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇന്ന് നല്ല ടാസ്ക് ആയിരുന്നു. വെയിലൊരു രക്ഷയുണ്ടായില്ല. ഞാൻ
ബെഡിലോട്ട് കയറി കിടക്കണേ മുമ്പ് എന്തായാലും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച റൂം. ഞാൻ അങ്ങോട്ട് കാണിക്കല്ലോ. അവിടെ എൻ്റെ എല്ലാം എല്ലാ ഐറ്റംസും ഞാൻ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കല്ല. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കളർഫുൾ വീഡിയോസ് വന്നോളൂ. മഞ്ഞമലകളും മഞ്ഞപ്പൂക്കളും ഇതവിടെ സീരിയലും കേട്ടോ. അവിടുത്തെ ആ പയ്യൻ വെച്ച് തന്നിട്ട് പോയതാണ്. അപ്പോൾ ശരി, ഓക്കെ, റെസ്റ്റ് എടുക്കട്ടെ.